കാര്യം തന്നെയാണ് പിന്നെയും ആവർത്തിച്ച് പറഞ്ഞത്. ഇത്രയൊക്കെ ജാഗ്രത പുലർത്തിയിട്ടുമാണ് അല്ലേ വ്യക്തിപരമായി എടുക്കാൻ കഴിയുന്ന എല്ലാ പരിശ്രമങ്ങളും ഷിബില എടുത്തിട്ടുണ്ട് ജീവിക്കാൻ വേണ്ടി. പക്ഷെ അതെല്ലാം ഒരു പ്രതീക്ഷയുമില്ലാതെ വിധം ഒരു പരാജയപ്പെട്ടു പോകുന്ന കാഴ്ച കൂടിയാണ് കാണാൻ കഴിഞ്ഞത്. ഈ ഭയപ്പാടും ഈ ഭീതിയും ഭീഷണിയും ഒക്കെ നിങ്ങളോടൊക്കെ പങ്കുവെക്കുന്നുണ്ടായിരുന്നോ ഈ ഘട്ടത്തിലെല്ലാം? ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഷിബില ആദ്യമൊരു വിവാഹം അറേഞ്ച്മെൻറ്റ് ചെയ്യുകയും അത് നിക്കാഹ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് വീടിൻ്റെ അടുത്തുള്ള യാസിറുമായി ബന്ധത്തിലാവുകയും നല്ലൊരു ബന്ധത്തെ ഇല്ലായ്മ ചെയ്ത് ഇത്തരം ചെറിയ തോതിൽ ദുശ്ശീലമുള്ള യാസിറുമായി 5 വർഷം മുമ്പേ സ്നേഹത്തിലാവുകയും രക്ഷിതാവ് പറയുന്നത് കേൾക്കാതെ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന രക്ഷിതാവ് ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ, നമ്മൾ ബന്ധുവായ ഞങ്ങളൊക്കെ ഉൾപ്പെടെ പറയുന്നത് കേൾക്കാതെയാണ് അവൻ്റെ കൂടെ പോയിട്ടുള്ളത്. അങ്ങനെ പോയിട്ട് പോലും പിന്നെ എൻ്റെ വീട്ടിലേക്ക് ഇനി എങ്ങനെ മടങ്ങും, അതാണ് പിന്നെ ഈ കുട്ടിക്ക് തോന്നിയിട്ടുള്ളത്. വേറൊരു പ്രത്യേകമായ കാര്യമുണ്ട്. ഈ ഷിബിലയെ പല തവണയും യാസിർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ അല്ലാതെ മറ്റാരെങ്കിലും നീ കൂടെ പോകുകയോ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ എന്നെ വിട്ട് നീ പോവുകയാണെങ്കിൽ, എൻ്റെ കാര്യങ്ങൾക്ക് നീ നിൽക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും എന്നെ ഞാൻ വകവരുത്തും. അപ്പോൾ ആ കുട്ടി ചിന്തിക്കുന്നത് എന്താ, എൻ്റെ വീട്ടിലേക്ക് ചെന്നാൽ വീട്ടുകാരില്ല, അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നത് അന്ന് കേട്ടില്ല, ഇവൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചു, ഏതെങ്കിലും ദിവസം നന്നാവുമായിരിക്കും. അപ്പോഴേക്കും പറഞ്ഞ് ഒരു കുട്ടിയായപ്പോഴും പിന്നെയും കടിച്ചു തൂങ്ങി അവിടെ നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ നിൽക്കുമ്പോൾ ആ കുട്ടി നിന്ന് പോകാനാണ് ശ്രമിച്ചത്. അവസാനം ഒരു ഗത്യന്തരവുമില്ല, സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് ഈ ഫെബ്രുവരി മാസം തുടക്കത്തിൽ വീട്ടിലേക്ക് വരുന്നത്. അപ്പോഴും പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് പേടിയുണ്ട്, അവൻ്റെ കൂടെ നിന്നില്ല അവൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ വിവരം വെച്ചിട്ടാണ് നമ്മൾ പെറ്റീഷൻ കൊടുക്കുന്നത്. എനിക്കൊരു കാര്യം ഇതിലൂടെ മറ്റൊന്നായി പറയാനുള്ളത്, ആ കുടുംബത്തിന് വല്ലാത്ത പേടിയുണ്ട്. കാരണം കൊല ചെയ്യാൻ ഒരു മടിയുമില്ല. ഏതെങ്കിലും വിധത്തിൽ പുറത്തു വന്നാൽ ഒരു മടിയുമില്ലാതെ ഇവരെ ഇല്ലായ്മ ചെയ്യാൻ ഇവരൊക്കെ തയ്യാറാവും. അത്രയും വലിയ ലഹരി മാഫിയകളാണ് നമ്മുടെ നാട് പിടിമുറുക്കിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, പോലീസ് സ്റ്റേഷനെ ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറയാൻ പറ്റൊരു കാര്യം, പോലീസ് സ്റ്റേഷനകത്ത് ഞാൻ 30 കൊല്ലമായി പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരാളാണ്. 1995 മുതൽ സംഘടനാ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരാളാണ്. താമരശ്ശേരി പോലീസ് സ്റ്റേഷനകത്ത് വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാനൊക്കെ ഇടപെടാറുണ്ട്. അങ്ങനെ ഇടപെടുന്ന സമയത്ത് ഇപ്പോൾ പോലീസിന് കാണുന്ന ഒരു പ്രവണത എന്താണെന്ന് പറഞ്ഞാൽ, പൊതുപ്രവർത്തകരെ കേൾക്കുന്നില്ല എന്നാണ്. നേരത്തെ ഏതൊരു സാറ് പറഞ്ഞു, പോലീസിന് പരിമിതികളുണ്ട്, അവർ ഭയപ്പാടുണ്ട്. എനിക്ക് മുമ്പേ ചർച്ച ചെയ്തൊരു പ്രതിനിധി പറഞ്ഞു, പക്ഷേ പോലീസിന് ഭയപ്പാടും പ്രതിനിധിയൊക്കെ ഉണ്ടെങ്കിലും ഈ നാട്ടിലുള്ള കലാപങ്ങളോ നാട്ടിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്നതിലോ പോലീസ് ഇടപെടുമ്പോൾ അതോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു വിഭാഗമാണ് പൊതുപ്രവർത്തകരെന്ന് പറയുന്നത്. ആ പൊതുപ്രവർത്തകരെ കേൾക്കാൻ, പൊതുപ്രവർത്തകരെ മാനിക്കാൻ പോലീസ് അധികാരികൾ തയ്യാറാണ്. ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താ, പലതവണ നമ്മൾ ബന്ധപ്പെടുകയാണ് SHOനെ, പലതവണ പ്രിൻസിപ്പൽ SIനെ ബന്ധപ്പെടുകയാണ്, PROനോട് ഇരുത്തി പറയുകയാണ്. ആ പറയുന്ന സമയത്ത് ഒന്നുപോലും അതൊരു മുഖവിലക്കെടുക്കുന്നില്ല. അങ്ങനെ മുഖവിലക്കെടുക്കുന്ന എന്താ ഈ പോലീസിന് പറ്റിയിട്ടുള്ളത്? ഇവിടെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന മാഫിയകളെ പേടിയാണോ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയാണോ, വലിയ പണക്കാരോ അതുമായി ബന്ധപ്പെട്ടവരോ ഇടപെടുമ്പം അവരുടെ കൂടെയാണോ പോലീസ് എന്ന് തോന്നിപ്പോവുകയാണ്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ നാട് മാറുന്നു എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് നേരത്തെ എൻ്റെ മുമ്പ് ചർച്ച ചെയ്ത ആൾ പറഞ്ഞത്, 75ഓളം കൊലകൾ ഈ അടുത്ത കാലത്ത് നടന്നു എന്ന് പറഞ്ഞാൽ, കൊല ചെയ്താൽ അതിനുണ്ടാകുന്ന ശിക്ഷകളെ പറ്റി, അതിൻ്റെ കാഠിന്യത്തെപ്പറ്റി ഒരു പൊതുബോധം ഇല്ലാതാവുകയാണ്. പോലീസ് അതിനൊക്കെ സിമ്പിളായി കാണുകയും കേസൊക്കെ ഇങ്ങനെ ഊരി വരാം, അതിനൊന്നും ഇത്രേ സംഭവിക്കാനുള്ളൂ എന്ന് ബോധ്യപ്പെടുകയാണ്. അത് കൂട്ടം കൂടി ചെയ്യുകയാണ് എങ്കിൽ ശിക്ഷയുണ്ടാകില്ല എന്ന തരത്തിൽ കൗമാരക്കാർ പറഞ്ഞ കാര്യം പിന്നീട് ഓഡിയോ ആയി കേരളം കേട്ടു. ആ നിലയ്ക്ക് നിയമ സംവിധാനത്തോടുള്ള ഭയപ്പാടോ നിയമ സംവിധാനത്തോടുള്ള പേടിയോ ഇല്ലാതെ പോയിരിക്കുന്ന ഒരു സമൂഹത്തെ കൂടിയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും.